കരൂർ ദുരന്തത്തിൽ വിജയ് ജയിലിലേക്ക് എന്നുള്ള സൂചനകളാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. DMK സർക്കാർ ഇതുവരെ വിജയ്ക്കെതിരെ കേസെടുക്കാതിരുന്നത് കോടതി വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാതെ എടുത്തു ചാടി കേസെടുത്താൽ ഒരുപക്ഷെ വിജയ് ഭാവിയിൽ ഒരു ഇരവാദം ഉന്നയിച്ച് രാഷ്ട്രീയമായി വളരാൻ സാധ്യതയുണ്ട്. ആ റിസ്ക് DMK സർക്കാരിന് വൻ തിരിച്ചടിയായേക്കാം. എന്നാലിപ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ഇനി സർക്കാർ വിജയെ അറസ്റ്റ് ചെയ്താലും അല്ല വിഷയത്തിൽ എന്ത് നിലപാടെടുത്താൽ പോലും അത്ര വലിയ വിമർശനമുണ്ടാകാൻ സാധ്യതയില്ല. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജികളാണ് മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചത്. വിഷയത്തിൽ വിജയ്ക്കെതിരെ നടപടിയെടുക്കാത്തത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ജസ്റ്റിസ് സെന്തിൽകുമാർ അധ്യക്ഷനായ ബെഞ്ചിന്റെ അതിരൂക്ഷ വിമർശനം. വിജയ്ക്കെതിരെ അക്ഷരാർത്ഥത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു കോടതി. TVKയുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും പറയാത്ത കടുത്ത ഭാഷയാണ് ഇന്ന് കോടതി ഉപയോഗിച്ചത്. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കുട്ടികളടക്കം മരിച്ചു കിടക്കുമ്പോൾ അവരെ ഉപേക്ഷിച്ച് നാടുവിട്ട വിജയ്ക്ക് നേതൃഗുണമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വിഷയത്തെ അപലപിച്ച് ലോകം മുഴുവൻ രംഗത്തെത്തി. എന്നിട്ടും വിജയ് ഒരു മാപ്പ് പറയാൻ, ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകാത്തത് എന്തെന്നും ചോദിച്ചു. ഇത് താരത്തിന്റെ മാനസിക നിലയെയാണ് സൂചിപ്പിക്കുന്നതെന്നും രൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചു. ഒപ്പം വിജയ്ക്ക് നേതൃഗുണമില്ലെന്നും പറഞ്ഞു. TVK എന്ത് തരം രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിച്ച കോടതി കരൂർ വിഷയത്തെ ശക്തമായി അപലപിച്ചു. ഇന്ന് കോടതിയിൽ നിന്ന് ഒരു വിമർശനം പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഇത്ര വലിയൊരു തിരിച്ചടി അത് വിജയ്ക്ക് ക്ഷീണം തന്നെയാണ്. തീർന്നില്ല, സർക്കാരിനെതിരെയും കടുത്ത വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. വിജയ്ക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ കേസെടുത്തില്ലെന്നും രണ്ട് പ്രാദേശിക നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനപ്പുറം എന്താണ് ചെയ്തതെന്നും ജസ്റ്റിസ് സെന്തിൽകുമാർ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. TVKയോട് സർക്കാരിന് മൃദു സമീപനമാണെന്നും പോലീസിന്റെ നിസ്സംഗതയിൽ ആശ്ചര്യമുണ്ടെന്നും കോടതി പറഞ്ഞു. എന്നാൽ സർക്കാർ അഭിഭാഷകൻ ഇതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി പിന്തിരിഞ്ഞില്ല. DMK സർക്കാരിനും കണക്കിന് കിട്ടി. ഒപ്പം വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്നും നിരീക്ഷിച്ചു. എന്നാൽ കോടതിയിൽ നിന്ന് വിമർശനമാണ് ലഭിച്ചതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സർക്കാരിന് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചത്. വിജയ്ക്കെതിരെ രാഷ്ട്രീയമായും നിയമപരമായും അവർക്കിനി എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. എന്നാൽ കരൂരിൽ വേണ്ട സുരക്ഷ ഒരുക്കാത്തതിന് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ ശരിക്കും ഉത്തരം മുട്ടി. പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ നടപടിയുണ്ടായിരുന്നോ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെന്ന് ഉറപ്പാക്കിയിരുന്നോ എന്നും കോടതി ചോദിച്ചു. അതുപോലെ സർക്കാരിന്റെ വാദം അംഗീകരിക്കാതെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് കരൂർ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. IPS ഓഫീസർ അസ്ര ഗർഗ് അധ്യക്ഷയായ സമിതിയാകും കേസ് അന്വേഷിക്കുക. സംഭവത്തെപ്പറ്റി സർക്കാരിന്റെ ഉന്നതതല അന്വേഷണവും പോലീസിന്റെ അന്വേഷണത്തിനും പുറമെയാണ് പുതിയ അന്വേഷണം. എന്തായാലും ഇത് DMK സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. TVKയും വിജയും പോലീസ് ലാത്തിചാർജ് നടത്തിയെന്നും പവർ കട്ട് ഉണ്ടായതെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുകയാണ് ഈ നീക്കം. ഇതിൽ എന്തെങ്കിലും സത്യമാണെന്ന് വന്നാൽ സംഭവത്തിൽ ഗൂഢാലോചന നടന്നെന്ന TVK ആരോപണത്തിന് ശക്തിയേറും. എന്തായാലും തമിഴകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം രാഷ്ട്രീയ മാറ്റങ്ങളും സംഭവ വികാസങ്ങളുമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിജയ് വാഴുമോ, സർക്കാർ വീഴുമോ? കണ്ടറിയാം, കാത്തിരുന്ന് കാണാം.